പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വീട്ടിലത്തെ മുന്തിരി പൊട്ടിച്ച് വൈൻ ഉണ്ടാക്കാൻ പോവാണ്. കണ്ടില്ലേ, എൻ്റെ തട്ടിൻ്റെ മേലത്തെ മുന്തിരിയാണ് ഇത്. ഒരുപാട് മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുന്നത്തെ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മുന്തിരി പൊട്ടിച്ച് വൈൻ ഉണ്ടാക്കാൻ പോവാണ്. സ്വന്തമായിട്ട് വീട്ടിലത്തെ മുന്തിരി പൊട്ടിച്ചൊരു വൈന്. എൻ്റെ വീട്ടിലെ ടെറസിൻ്റെ മേലെയാണ് കേട്ടോ ഈ മുന്തിരി. അപ്പോൾ ഇതിൽ മുന്നത്തെ കുറച്ച് വീഡിയോസ് കാണിച്ചു തരുന്നു. നല്ല പോലെ ഉണ്ടായി. അതിൻ്റെ കുറച്ചൊരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് പറഞ്ഞാൽ വൈൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ വൈൻ ഉണ്ടാക്കുക എങ്ങനെയൊക്കെയെന്ന് പെട്ടെന്ന് വൈൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് നോക്കുന്നത്. വെറും 3 ദിവസത്തോണ്ട് നമുക്ക് വൈൻ ഉണ്ടാക്കാം. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഇത് കൊണ്ടുപോയി നമ്മൾ തിളപ്പിക്കുക. അപ്പോൾ ഒക്കെ വീഡിയോസൊക്കെ കണ്ടു നോക്കി ഏകദേശം ഒരു 3 ദിവസത്തോണ്ട് വൈനാവുന്ന രീതി നമ്മൾ ചെയ്യണത്. 2 മാസം ഇട്ടേക്കണില്ല കേട്ടോ. നമുക്ക് വേഗം പരിപാടി കഴിക്കാം. മുന്തിരി ഗ്യാസ് വെച്ച് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിക്കണത്. സ്റ്റീലിൻ്റെ പാത്രമാണ് ചെയ്യൽ നല്ല കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഏലക്കായ ഉണ്ട്, കരിയാമ്പൂവുണ്ട്, പട്ട ഉണ്ട്. പിന്നെ നമുക്ക് ആയുർവേദിക്കാന്ന് ഇതിൻ്റെ മിക്സ് കിട്ടും കേട്ടോ. വൈൻ ഉണ്ടാക്കണ അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് മൂടാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. എന്താ വെച്ചാൽ ഇത് തിളപ്പിച്ച് ഫുള്ള് വറ്റിക്കണം. വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെങ്കിൽ അത് റെഡി ആവുള്ളൂ. പലവരും പല രീതിയിൽ ഉണ്ടാക്കും വൈന്. ഇതാകുമ്പോൾ നമുക്കൊരു 3 ദിവസത്തുനിന്ന് വൈന് കിട്ടും. മറ്റാകുമ്പോൾ 28 ദിവസം എന്തായാലും വേണം അത് കുഴിച്ചിടണം. അപ്പോൾ ഇത് എളുപ്പമാർക്കട്ടെ. അങ്ങനെ ഒരു 3 ദിവസത്തുനിന്ന് വൈനാവുന്ന രീതി നല്ല രീതിയിൽ വെന്തും കിട്ടുക. നല്ല രീതിയിൽ ഉടക്കണം. അത് തുള്ളി വെള്ളം പോലെ ഇല്ലാതെ അങ്ങനെ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇടാൻ പോവാണ് കേട്ടോ. നല്ല തളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചസാര ഇടുക. അതുപോലെ തന്നെ ഇത് നമ്മൾ വീട്ടിലത്തെ മുന്തിരിയാണ്, ജ്യൂസ് മുന്തിരിയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. നല്ല ബ്ലാക്ക് മുന്തിരി യൂസ് ചെയ്താൽ. ഇതിപ്പോൾ നമ്മളെ ബ്ലാക്ക് മുന്തിരി തന്നെയായിരുന്നു ജ്യൂസ് അടിക്കുന്ന മുന്തിരിയാണ്. നമ്മളെ വീട്ടിൽ ഉണ്ടായ മുന്തിരിയല്ലേ, ആ മുന്തിരിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് ഇറക്കുക. എന്നിട്ട് നല്ല ചൂടറിയതിൻ്റെ ശേഷമാണ് അത് നമ്മൾ മാറ്റി നമുക്ക് ഭരണിക്കോ അല്ല ഗ്ലാസിൻ്റെ കുപ്പിക്കോ എന്തെങ്കിലും ഒഴിച്ച് വെക്കുക കേട്ടോ. മധുരം ഞങ്ങളൊരു ഗ്ലാസ് ഇട്ടുണ്ട്. ഇല്ല നല്ല തിളച്ചിട്ടോ. പഞ്ചസാര ഒക്കെ ഇപ്പം നല്ല പിടിച്ചിട്ടുണ്ടാവും. പഞ്ചസാര കൂടുതൽ വേണ്ടവർ കൂടുതലിടാം. ഞാനിപ്പോൾ ഒരു കപ്പ് ഇട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് മധുരം ഇടാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഇപ്പോൾ ഈസ്റ്റ് ഇടാൻ പോവാം കേട്ടോ. ഈസ്റ്റ് പാകത്തിന് 1 സ്പൂൺ മതി. മുന്തിരി ഉള്ളതിനനുസരിച്ച് ഇട്ടോ. ചെറിയ ചൂടുവെള്ളത്തിലാണ് ഈസ്റ്റ് ഇടുന്നത് കേട്ടോ. നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് ഈസ്റ്റിൽ കുറച്ച് പഞ്ചസാര ആണ് കേട്ടോ. ഒരു നുള്ളു മതി. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് പൊന്താനുള്ള സമയം വരെ നമ്മളൊന്ന് മൂടി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ചിലപ്പോൾ മൂടേണ്ടി വരും. ഈസ്റ്റും പഞ്ചസാരയും ഇളക്കിയ ഇത് കൊഴിക്കാൻ പോവുകയാണ്. അത് നല്ല ഇളക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു കുപ്പിയുടെ ഒരു ജഗ്ഗാണ് കേട്ടോ. പലർക്കും പല രീതിയിൽ ചെയ്യാം. അതിൽ കൂജലുണ്ടല്ലോ, കൂജല അങ്ങനെയൊക്കെ വേറൊരു പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും ആക്കരുത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, നല്ലൊരു കളർ തന്നെ കണ്ടില്ല. ഒരു കളറും നമ്മൾ ചേർക്കാതെ ഒറിജിനൽ കളറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഇളക്കി കൊടുക്കണം. നല്ല മൂടി വെച്ചിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി നോക്ക് കേട്ടോ. മൂടി വെക്കുക കേട്ടോ. ഒരു 3/4 പാത്രം ഇതിലാക്കാൻ പാടുള്ളൂ കേട്ടോ. അത് തിളച്ച് പൊന്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 പാത്രം ഒഴിക്കുള്ളൂ. ഇനി നല്ലപോലെ കെട്ടി വെക്കുക കേട്ടോ. കുറച്ചൊക്കെ എയർ കിടക്കുന്ന രീതിയിൽ കെട്ടുക.
ഇത് നാളെ ഇതേ സമയത്ത് എടുത്തിട്ട് നല്ല മരത്തിൻ്റെ കയറ് കൊണ്ട് ഇളക്കണം കേട്ടോ. സ്റ്റീലിൻ്റെ കയറ് ഇടരുത്. അങ്ങനെ 3-ാം ദിവസം നമുക്കിത് എടുത്ത് കുടിക്കാം. വീണ്ടും ഇത് നല്ലൊരു കുപ്പിയിലൊക്കെ ആക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും 1 മാസം കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് കിട്ടും കേട്ടോ. അത് 3 ദിവസം 2-ാമത്തെ ദിവസം നമ്മൾ ഇളക്കാൻ പോണത്. 3 ദിവസം ഇളക്കി 3-ാമത്തെ നാളൊക്കെ എടുക്കാട്ടോ നമുക്ക് ഇതേ സമയത്തേക്ക്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല മണം. അങ്ങനെ സ്വന്തം വീട്ടിലത്തെ മുന്തിരി പൊട്ടിച്ച് വൈനായിട്ടാണ്. ഇത് വേണ്ടവർക്ക് എടുത്ത് വെക്കാം, അല്ലാത്തവർക്ക് കുടിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കി നോക്കട്ടെ. ഇതിൽ നമുക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ വീട്ടിൽ മുന്തിരി ഉണ്ടായപ്പോൾ ചെയ്യാൻ തോന്നിയാട്ടാ. കണ്ടില്ലേ, നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക.